മുസ്ലിം ലീഗ് നേതാവ് ഈ ഇല്ലാത്ത തസ്തികയിൽ തൊഴിൽ വാങ്ങിക്കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു തട്ടിപ്പ് കൊല്ലം കേന്ദ്രീകരിച്ച് നടത്തിയതിൻ്റെ വിവരമാണ് ഇന്നലെ കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു അതെ, KMML ജോലി വാഗ്ദാനം ചെയ്ത് 25 ലക്ഷം തട്ടിയ കേസിലെ പ്രതി അബ്ദുൾ വഹാബ് തട്ടിപ്പിനായി ഇന്ന് ആ വാർത്തയിൽ പറയാനുള്ളത് തട്ടിപ്പിനായി ഉപയോഗിച്ചത് ലീഗിലെ ഉന്നത ബന്ധങ്ങളാണ്. അതായത് ഈ ലീഗ് നേതാവിന് അല്ലെങ്കിൽ ഈ തട്ടിപ്പ് നടത്തിയ ലീഗ് നേതാവിന് അതിലും വലിയ നേതാക്കന്മാരുമായിട്ട് വലിയ തരത്തിലുള്ള ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നേതാക്കളുമായിട്ടുള്ള അടുപ്പം ബന്ധം ഇതൊക്കെ പറഞ്ഞാണ് അബ്ദുൾ വഹാബ് എന്ന് പറയുന്ന ഈ ലീഗ് നേതാവ് ഇരകളെ വീഴ്ത്തിയത് എന്നുള്ളതാണ് അതിൻ്റെ മെക്ക അബ്ദുൾ വഹാബ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിൽ ആരാണ് നമുക്ക് അതൊന്ന് കണ്ടുവരാം. ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നവിടെ എന്ത് നിങ്ങൾ പറയാ ഇബ്രാഹിം കുഞ്ഞിന്റെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നവിടെ അവർക്കൊരു കാര്യം പറഞ്ഞ് വിളിച്ചു പറഞ്ഞാൽ കേൾക്കാൻ അത് രാജ്കുമാർ യെസ് അത് ആ വീഡിയോ അത് പൂർണ്ണമായോ? ഞാനത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അത് പൂർണ്ണമായോ? ഒരു അല്പഭാഗമാണ് നമ്മൾ കേട്ടത്. ഇബ്രാഹിം കുഞ്ഞിന്റെ ആളുകൾ പറഞ്ഞോളൂ. അതായത് കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ് ഈ രണ്ടുപേരുടെ ആളുകളാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തനിക്ക് ഈസിയായി കഴിയും. ഇത് മുമ്പും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് ഈ പറയുന്ന മെക്ക വഹാബ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം മുമ്പ് മെക്കയിലൊക്കെ ജോലി ചെയ്തിരുന്നത്, അതുകൊണ്ടാണ് മെക്ക വഹാബ് എന്ന പേര് വന്നത്. ആ ഒരു സ്വാധീനത്തിലാണ് ഇത് മുഴുവനും ചെയ്ത് ഇങ്ങനെ പണം തട്ടുന്ന ഒരു വ്യക്തിയായി മാറിയത്. മുമ്പ് ഹജ്ജിന് വിസ നൽകാമെന്നും പറഞ്ഞ് നിരവധി പേരെ ഇങ്ങനെ പറ്റിച്ച ഒരു പരാതിയിൽ ഇയാൾക്കെതിരെ 2 പോലീസ് സ്റ്റേഷനിലായി കേസ് നിലവിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് തൊട്ടടുത്ത ഇതുപോലെ ഇനി പല തട്ടിപ്പുകൾ ഇയാൾ നടത്തിയിട്ടുണ്ടാകും. ആരും പരാതിയുമായി രംഗത്ത് വരുന്നില്ല എന്നുള്ളതായിരിക്കും യാഥാർത്ഥ്യം. ഇപ്പോൾ ഒരു പരാതി വന്നു. ആ പരാതിയിലാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. ഇയാൾ ഇതിനു മുമ്പും പലതരത്തിലുള്ള തട്ടിപ്പുകൾക്ക് മറ്റുള്ളവരെ വിധേയരാക്കിയിട്ടുണ്ടെന്നും ഇപ്പോൾ ഒരു സൂചനയൊക്കെ ലഭിക്കുന്നുണ്ട്. പോലീസ് ഇയാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. പക്ഷേ ഇയാൾ ഹൈക്കോടതിയിൽ നിന്ന് ഒരു മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചപ്പോൾ 2 ആഴ്ച ഇയാൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെങ്കിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു നോട്ടീസ് കൊടുത്തേ നടപടി സ്വീകരിക്കാവുന്ന ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇയാൾ വീട്ടിൽ കഴിയുന്നത്. അല്ലെങ്കിൽ ഇതിനോടകം വെച്ച് ഇയാൾ ജയിലിൽ പോകേണ്ട സമയം കഴിയും. ശരത് അന്ന രാജ്കുമാർ ഈ കാര്യങ്ങളിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നാണോ സൂചിപ്പിച്ചത്? ഈ വാർത്തയൊക്കെ പുറത്തു വരുമ്പോൾ ഇദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണല്ലോ, ലീഗിൻ്റെ പ്രധാനപ്പെട്ട സമിതികളിൽ അംഗമായിട്ടുള്ള ആളാണല്ലോ. എന്ത് പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത്? പോലീസ് അന്വേഷണം അതിൻ്റെ ഒരു ഘട്ടം എന്താണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്? നിലവിൽ ഈ കുടുംബത്തിൻ്റെ പരാതിയിൽ ചവറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വഞ്ചനാകുറ്റം ചുമത്തി, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ പേരിലാണ് പിന്നീട് ആദ്യം ഒരു ചവറ CI ഉണ്ടായിരുന്നു. ആ CI മാറി ഇപ്പോൾ പുതിയ CI വന്നിട്ടുണ്ട്. ഈ പുതിയ CI ആണ് ഇപ്പോൾ ഇതിൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നതും. കരുനാഗപ്പള്ളി ACP AS IPS ഒരു മാഡമാണ്. അവരുടെ നേതൃത്വത്തിലൊക്കെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. താമസിയാതെ ഇയാളെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാനും ഈ കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. മാത്രമല്ല ഇനി കൂടുതൽ പരാതി പോലീസിന് ലഭിക്കുമെന്നുള്ള ഒരു സൂചനകളൊക്കെ വരുന്നുണ്ട്. പലരും ഇതുപോലെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. പുറത്തു പറഞ്ഞാൽ തങ്ങൾക്ക് മാനക്കേടാകും, അല്ലെങ്കിൽ മറ്റു ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ഭയന്ന് പലരും മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഏതായാലും പാതിവില തട്ടിപ്പിൻ്റെയൊക്കെ ഒരു നാട്ടിലാണ്. ലീഗ് അധികാരത്തിൽ നിന്ന് പോയിട്ട് തന്നെ കാലങ്ങളായി, ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ടിനടുത്ത് എത്താൻ പോവുകയാണ്. അപ്പോഴും ലീഗിന് ഈ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനത്തിൽ സ്വാധീനമുണ്ടെന്നൊക്കെ പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിക്കാൻ ഈ കാലത്തും ആളുകൾക്ക് കഴിയുന്നുണ്ടെന്നുള്ളതാണ് അതിലെ മറ്റൊരു തമാശ. കുഞ്ഞാലിക്കുട്ടിയുടെ ഇബ്രാഹിം കുഞ്ഞിന്റെ പേര് പറഞ്ഞാണ് KMML ഇപ്പോഴും അവരുടെ ആളുകളൊക്കെയാണ് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം മേടിച്ചു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രശ്നമാണ്. കേസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിലൊരു പ്രധാന കാര്യം, ഇതിൽ ഏറ്റവും അധികം പൊതുസമൂഹത്തിൽ അപമാനിക്കപ്പെടുന്നത് മുസ്ലിം ലീഗ് എന്ന പാർട്ടി കൂടിയാണ്. മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു? ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? വസ്തുതയാണോ? പരാതികൾ മുസ്ലിം ലീഗിന് ലഭിച്ചിട്ടുണ്ടോ? നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും ലീഗിൻ്റെ ഒരു മേൽവിലാസത്തിൽ ഇത്തരം തട്ടിപ്പ് നടത്തുന്നുവെങ്കിൽ, നേതാക്കന്മാരെ പേര് പറഞ്ഞാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ ആർജവത്തോടെ നടപടിയെടുക്കണം. ഇല്ലാത്ത പക്ഷം ആളുകൾ പലതും സംശയിക്കുകയും ചെയ്യും. ഇതാണ് ഇതിലെ പ്രശ്നം.
നിശബ്ദമായി മുസ്ലിം ലീഗും അതിൻ്റെ നേതൃത്വവും ഇരുന്നാൽ ഈ തട്ടിപ്പിനൊക്കെ ആ പാർട്ടി കൂട്ടുനിൽക്കുന്നു എന്ന നിലയിലേക്ക് തന്നെ അത് വരും. വിലയിരുത്തൽ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ നിശ്ചയമായും ഇത് സ്വാഭാവികമായും കൈരളി ന്യൂസ് അതിനൊരു പുറത്തു പ്രതികരണം. കൊണ്ടുവന്ന ഈ വാർത്തയിൽ മുസ്ലിം ലീഗ് നേതൃത്വമാണ് ഇനി അഭിപ്രായം പറയേണ്ടത്. അതിനായി കാത്തിരിക്കുക കൂടിയാണ്.